വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. അതിമനോഹരമായ ഈ ഒരു ചിത്ര പ്രദർശനം കാണാൻ സാധിച്ചത് ജീവിതത്തിൽ തന്നെ ഒരു അസുലഭമായ അവസരമായിട്ട് ഞാൻ കാണുകയാണ്. പ്രീതി ഏതെങ്കിലും ഒരു ചിത്രകലാ വിദ്യാലയത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദാന്തരം തൻ്റെ വഴികാട്ടിയായിട്ടോ ഒന്നും സ്വീകരിക്കാതെയാണ് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ അവിടെ കൈകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവിശ്വസനീയമായിട്ടുള്ള മംഗളങ്ങളുണ്ട്. കേരളത്തിലൊരു മഹിതമായ പാരമ്പര്യമുള്ള ചിത്രകല രാജാ രവിവർമ്മയുടെ നാടാണ്. ഒരുപാട് ചിത്രകാരന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ്. ആ ഒരു നാട്ടിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ചിത്രകാരി ഉയർന്നു വരുന്നതിലൂടെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അവർക്ക് സകല ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകും. ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്കൊന്നും തന്നെ ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും ചിത്രം കണ്ടാൽ ആസ്വദിക്കാൻ സാധിക്കും. ഒരു വലിയ ആസ്വാദക വൃത്തത്തെ ഞങ്ങൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിച്ചത് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. വളരെ സന്തോഷം. പ്രിയ സഹോദരൻ രാജേഷിൻ്റെ പ്രിയപ്പെട്ട പത്നി പ്രീതിയുടെ ചെറുകുകൾ എന്ന നാമകരണം ചെയ്തിട്ടുള്ള ചിത്രപ്രദർശനമാണിത്. ബഹുമാന്യനായ മുല്ലപ്പള്ളി സാർ പറഞ്ഞതുപോലെ സ്വന്തമായൊരു കല അഭ്യസിക്കാതെ ദൈവം തന്ന കഴിവിലൂടെ കല അഭ്യസിച്ചെടുത്തതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് ഇത് നടക്കുന്നത്. ചിറകെന്നും ഉയർന്നു പറക്കാനുള്ള സഹായിയാണ്. ചിറകുകളെന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ചിത്രപ്രദർശനം ഈ രംഗത്ത് ഉയരത്തിലേക്ക് പോകുവാൻ ഇതേ സഹോദരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രതീഷിൻ്റെ ചിറകുകൾ എന്ന ചിത്രപ്രദർശനം അതിമനോഹരമാണ് എന്ന് പറയുന്നത് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ചിത്രകലയിൽ വലിയ ട്രെയിനിങ്ങൊന്നും ലഭിക്കാതെയാണ് അതിമനോഹരമായ വിവിധ ഭാവങ്ങളിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പം നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ ചിറകുകൾ വിടർത്തി പറക്കാൻ കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കാൻ പ്രീതിക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.